ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധ സഭ പെന്തക്കോസ്തിയോട് അനുബന്ധമായ കാത്തിരിപ്പ് നാളുകളിലൂടെ വിശ്വാസ യാത്രയിൽ ആയിരിക്കുന്നുവല്ലോ. ഈ പെന്തക്കോസ്തിയുടെ അനുഭവം എന്ന് പറയുന്നത് പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്ന പോലെ ഒരു പുതിയ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന അനുഭവമായിട്ടല്ല സഭ വിശ്വസിക്കുന്നത്. എന്നാൽ പരിശുദ്ധ മാമോദീസായിലൂടെ അപ്പോസ്തോലികമായ അധികാരത്തിന് യേശുവിൻ്റെ നാമത്തിൽ എന്നാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അത് അപ്പോസ്തോലികമായ അധികാരത്തെ കാണിക്കുന്നതാണ് നാമം. പൗരോഹിത്യ കൈവപ്പിലൂടെ നാം പ്രാപിച്ച പരിശുദ്ധാത്മാവിൽ ഒരു നവീകരണം ആവശ്യമാണ്. ആ നവീകരണം അല്ലെങ്കിൽ പുതുക്കമാണ് പെന്തക്കോസ്തിയുടെ അനുഭവമെന്ന് നാം മനസ്സിലാക്കി ഇരിക്കണം. അല്ലാതെ ഒരു പരിശുദ്ധാത്മാവിനെ വീണ്ടും പ്രാപിക്കുന്ന ഒരു സന്ദർഭമല്ല. പുതുക്കം എന്ന് പറയുന്നത് പലപ്പോഴും നവീകരണ സമീപനം അനുസരിച്ച് അത് വിശ്വാസത്തിലുള്ള ഒരു നവീകരണമാണ്. അത് തെറ്റായ ഒരു വ്യാഖ്യാനത്തിലൂടെ അവർ ജനത്തെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഈ നവീകരണം എന്ന് പറയുന്നത്. അത് സഭ ഏത് കാലത്തും ഏതവസ്ഥയിലും അംഗീകരിച്ചിട്ടില്ലാത്തതും ഒരിക്കലും വിശ്വസിക്കാത്തതുമായ ഒരു വ്യാഖ്യാനമാണ്. എന്നാൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നാം ഒരു പുതുക്കത്തെക്കുറിച്ച് വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ നാം ധരിച്ചിരിക്കുന്നു. നാം പുതുമനുഷ്യനെ ധരിക്കുന്നത് മാമോദീസായിലൂടെയാണ്. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന മനുഷ്യനെ ദിനംതോറും പുതുക്കത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം ആ പുതുമനുഷ്യനെ നമ്മിൽ ഉരുവാക്കിയിരിക്കുന്നത്. ദൈവാനുരൂപമായി പരിജ്ഞാനത്തിലും ദൈവികമായ സാദൃശ്യത്തിലും നാം പുതുക്കാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ പുതുക്കുക എന്ന പദം കൊണ്ട് നമ്മുടെ പഴയ ജീർണാവസ്ഥയെ മാറ്റി ഒരു പുതിയ ചൈതന്യം, തേജസ് നാം പ്രാപിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിൽ നമ്മിൽ നടക്കുന്ന ഒരു വലിയ നവീകരണ പ്രക്രിയയാണ്. പഴയ കാലത്ത് തീപ്പെട്ടിയും ലൈറ്ററും ഒന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ അമ്മമാർ തീ കെടാതെ സൂക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് അവർക്ക് പരിചിതമായൊരു കാര്യമാണ്. കിടക്കുന്നതിന് മുമ്പ് അടുപ്പിൽ തീയെ ഒന്ന് ഒതുക്കി വെച്ച് അതിൻ്റെ മേളിലൊരു വെയിറ്റൊക്കെ എടുത്ത് വെച്ച് അത് രാവിലെ എഴുന്നേറ്റ് വന്ന് ആ വെയിറ്റെല്ലാം എടുത്ത് മാറ്റി മെല്ലെ മെല്ലെ ഊതി നോക്കുമ്പോൾ ഒരല്പം തീ കനൽ അവിടെ കാണുവാൻ സാധിക്കും. അതിനെ രാവിലെ ഊതി ജ്വലിപ്പിച്ച് ആണ് ആ ദിവസത്തേക്കുള്ള അഗ്നി അവർ ഉണ്ടാക്കിയിരുന്നത്. ഇതേപോലെയാണ് പെന്തക്കോസ്തിയിൽ നമ്മിൽ പുതുമനുഷ്യനായി പരിശുദ്ധാത്മാവ് നമ്മെ പുതുക്കത്തിനായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ പലപ്പോഴും അതിൻ്റെ തേജസ്സും അതിൻ്റെ ശക്തിയും ചൈതന്യവും കുറഞ്ഞു പോകുന്ന അനുഭവമുണ്ട്. അങ്ങനെ ദൈവിക പ്രകാശം നമ്മിൽ കുറഞ്ഞു പോകുന്നത് നമ്മിലുള്ളതായ അനീതി, അശുദ്ധി, തിന്മ, പാപ സ്വഭാവങ്ങൾ മൂലം. ഇങ്ങനെ നമ്മിൽ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഈ ലോകബന്ധങ്ങൾ മൂലം
നമ്മുടെ ആത്മാവിൽ സംഭവിക്കുന്ന പാപചിന്തകൾ മുഖാന്തരം, പാപപ്രവൃത്തികൾ മുഖാന്തരം അത് ശക്തി കുറയുകയും പ്രവർത്തന ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മിലുള്ള ആ പരിശുദ്ധാത്മാവിനെ ഈ പെന്തിക്കോസ്ത് നാളിലൂടെ ജാഗരിച്ച് പ്രാർത്ഥിച്ച് അനുതപിച്ച് ദൈവസന്നിധിയിൽ അതിനെ ഒന്ന് പുതുക്കുകയാണ് നാം ചെയ്യേണ്ടത്. ആദ്യ മനുഷ്യൻ്റെ മരണകരമായ അവസ്ഥയെ നാം വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമോ, അല്ലെങ്കിൽ അത് പൂർണ്ണ മരണത്തിലേക്ക് പോകും. ഈ പുതുക്കം അല്ലെങ്കിൽ നവീകരണം ദിനംതോറും നമ്മിൽ നടക്കേണ്ടതായ ഒരു പരിശുദ്ധാത്മാ പ്രവർത്തനമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22, 21, 24 വാക്യങ്ങളിൽ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ച് കൊള്ളുകയും. ഈ പുതുമനുഷ്യനെ അല്ലെങ്കിൽ നമ്മളിലുള്ള മനുഷ്യനെ ഒന്ന് പുതുതാക്കുന്ന ഒരനുഭവമാണ് പെന്തിക്കോസ്തിലൂടെ നാം പ്രാപിക്കുന്നതും സഭ അതാണ് നമുക്ക് നൽകുന്നതുമായ ഉപദേശം. ഒരു തുരുമ്പ് പിടിച്ച വസ്തു, കസേരയോ മറ്റെന്തെങ്കിലും ആവട്ടെ, ടേബിൾ എന്തെങ്കിലും ആവട്ടെ, അത് തുരുമ്പ് പിടിക്കുന്ന അനുഭവമുണ്ട്. ആ തുരുമ്പ് പിടിച്ചതിന് തുരുമ്പെല്ലാം നല്ലവണ്ണം പേപ്പർ പിടിച്ച് ഉരച്ച് ആ തുരുമ്പിനെ പൂർണ്ണമായി നീക്കിയതിന് ശേഷം ഒരു പുതിയ പെയിൻറ് അതിനടിച്ചു കൊടുക്കുമ്പോൾ അതൊരു പുതിയ വസ്തുവായി പ്രത്യക്ഷമായി നമുക്ക് കാണപ്പെടുവാൻ സംഗതിയാകുന്നുണ്ടല്ലോ. ഇതുപോലെ നമ്മിലുള്ള തുരുമ്പാകുന്ന പാപത്തിൻ്റെ അംശത്തെ അനുതാപ കണ്ണീരുകളാലും ജാഗരണ പ്രാർത്ഥനകളാലും അതിനെ കഴുകി വെടിപ്പാക്കി പരിശുദ്ധാത്മാവിൽ പുതു ചൈതന്യം പ്രാപിക്കുവാൻ ഈ പെന്തക്കോസ്ത് നാളിൽ നമുക്ക് സാധ്യമാവും. ഇത് പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. അതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് എന്നവിടെ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ നവീകരിക്കുക. ഈ നവീകരണം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു അനുഭവമാണ്. ഈ പെന്തക്കോസ്തിയുടെ ആ യഥാർത്ഥ അനുഭവം പ്രാപിക്കുവാൻ നമുക്ക് തുടർന്നുള്ള നാളുകൾ ഒരുക്കത്തോടെ ഒരുങ്ങിയിരുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം പ്രാപിക്കുവാൻ നമുക്കും ദൈവത്തിൻ്റെ കൃപാസനത്തോട് അടുത്ത് വന്ന് ഈ ആരാധനയിലൂടെ പഴയ മനുഷ്യനെ പുതുതാക്കി തീർക്കുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അനുഭവം പെന്തക്കോസ്തിയെ പ്രാപിക്കുവാൻ, പുതുക്കത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ സാധിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാരാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ആകയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തിയിലൂടെ, ആരാധനയിലൂടെ, അനുതാപത്തിലൂടെ, വിശുദ്ധീകരണത്തിലൂടെ നമ്മെ എല്ലാവരെയും സമ്പൂർണമായി പുതുതാക്കട്ടെ, നവീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തണ്ണിക്കോട്ടച്ചൻ.